വെൽക്കം ടു സോളക്യൂൻ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് നൈറ്റ് എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാലോ. വാവ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്. വാവയും ഞങ്ങളും പിന്നെ ചേച്ചിയും ചേട്ടനും കുഞ്ചുവും കൂടെ ക്രിസ്മസ് നൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞങ്ങളുടെ വീട് വെള്ളറുടെയാണ്. ഇവിടെ നിന്ന് ഞങ്ങളൊരു സ്ഥലം ലക്ഷ്യമിട്ടാണ് പുറപ്പെട്ടത്. പോകുന്ന വഴിക്കുള്ള പുൽക്കൂടുകളും ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം കണ്ട് വൈബ് ചെയ്താണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത്. ഞങ്ങൾ ആദ്യം എത്തിച്ചേർന്നത് വ്ളാത്താങ്കര മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലാണ്. അവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടാലോ. പറ്റിക്കാൻ നിൽക്കുന്നു കുഞ്ചുസേ വരളി മീനി മീനി വന്നതിന് ഗുണമുണ്ടല്ലേ. എക്സിബിഷൻ പോലെ കൊള്ളാല്ലേ. ഇത് അണ്ടർ വാട്ടറിൽ നമ്മൾ നടക്കുന്നു. അണ്ടർ വാട്ടറിൽ നമ്മൾ നടക്കുന്നു. ഓ, അണ്ടർ വാട്ടറിലാണ് പുൽക്കൂടിരിക്കുന്നത്. ചേച്ചി ക്രാഫ്റ്റ് വർക്ക് ഇല്ല, ഇത് മറ്റേ പനയോല പെയിന്റ് അടിച്ചു വെച്ചതാ. ഇല്ല, പെയിന്റ് അടിച്ചല്ല, പനയോലെന്ന്. അപ്പൊ പിന്നെ നീ വരണ്ട. പിന്നെ നിങ്ങൾ രണ്ടുപേരും അതിലേ പോയി അപ്പുറത്തോടാവാ. വരളി പോണ അടുത്തോട്ട് പോലെ സൗണ്ട് ബാർ കൊള്ളാം കേട്ടോ. സ്റ്റെപ്പേ നോക്കിയേ. ഫോട്ടോ എടുക്കാം. ഇത്രയും വർഷം വരെ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ക്രിസ്മസ് നൈറ്റ് ആയിരുന്നു ഇത്. കണ്ണിനും മനസ്സിനും ഏറ്റവും കുളിർമയേകുന്ന കാഴ്ചകൾ സമ്മാനിച്ച ഒരു പ്ലേസ്. അവിടുത്തെ കാഴ്ചകൾ ഓരോന്നും ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം മനോഹരമായിരുന്നു എന്ന്. ഫോം ഷീറ്റിലുണ്ടാക്കിയ ജിറാഫ്, മഴവീട്, ഏർമാടം, അങ്ങനെ നിരവധി സംഭവങ്ങൾ. ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് പുൽക്കൂടും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും. അതവിടെ വളരെ കൗതുകകരമായി തന്നെ ഓരോന്നും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ ആദ്യം നിങ്ങൾ കണ്ട പടുകൂറ്റൻ സാന്താക്ലോസും അവിടെ തന്നെ നിർമ്മിച്ചതാണ്. സാധാരണ എല്ലായിടത്തും പോകുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ഇവിടെ ആ പ്രശ്നമുണ്ടായിരുന്നില്ല. എല്ലായിടത്തു നിന്നും ഫോട്ടോ എടുക്കാനും എല്ലാത്തിലും സ്പർശിക്കാനും നമുക്ക് അനുവാദമുണ്ടായിരുന്നു. ഹോം ഷീറ്റിൽ നിർമ്മിച്ച ജിറാഫിനെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ഞങ്ങളെയാണ് നിങ്ങൾ കാണുന്നത്. തീർത്ഥാടന കേന്ദ്രവും കുരിശടികളും നമുക്കൊന്ന് കണ്ടാലോ. അവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ എത്തിയത് അമരവിളയിലാണ്. ഇവിടെ നമ്മൾ കണ്ടതിൽ വെച്ച് തികച്ചും വ്യത്യസ്തപരമായിട്ടാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്.
ഏകദേശം 12 മണിയോടടുത്ത് നമ്മളിവിടെ എത്തിയപ്പോൾ അപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ഓരോരുത്തരും വന്നുകൊണ്ടിരുന്നു. നമ്മൾ നേരത്തെ കണ്ട പ്ലേസിൽ നിന്ന് ഇവിടെ വ്യത്യസ്തമാക്കുന്നത് അവിടെ കാം ആൻഡ് ക്വയറ്റായിരുന്നു. എന്നാൽ ഇവിടെ നല്ല തിക്കും തിരക്കുമാണ്. ഇവിടുത്തേതുപോലെ നല്ല ശാന്തമായി ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇവിടെ നിറയെ കടകളും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും പെറ്റ് ഷോയും അതുപോലെ തന്നെ കലാപരിപാടികളും നിറയെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കാഴ്ചകൾ കൂടി നമുക്കൊന്ന് കണ്ടാലോ? രാജാക്കന്മാരെത്തി ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലി. ഞങ്ങൾ പോയ സ്ഥലത്ത് നിന്നെടുത്ത കുറച്ച് ഫോട്ടോസ് കൂടെ ഒന്ന് കണ്ടാലോ?